നമുക്ക് എക്സാമിനിപ്പോൾ ഇഫ് കണ്ടീഷൻസ് നോക്കിയിട്ട് മനസ്സിലായല്ലോ, നമ്മൾ ക്ലാസ്സിൽ എടുത്തായിരുന്നു. ലൂപ്പിംഗ് നമ്മൾ ക്ലാസ്സിൽ എടുത്തായിരുന്നു, ഒന്നുകൂടെ പറയാം. അപ്പം അതിൻ്റെ വേരിയേഷൻസിൽ വരുന്ന സാമ്പിൾ പ്രോഗ്രാംസ് മാത്രമേ ആസ് ഓഫ് നോ നമുക്ക് എക്സാമിനുള്ളൂ. നമുക്ക് പിന്നീട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹയർ പോർഷൻസിലേക്ക് പോകാം. നമുക്ക് പൈത്തൺ പാക്കേജസ് ഒക്കെ പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് തുടങ്ങുമ്പോൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒന്ന് മര്യാദയ്ക്ക് മനസ്സിലാക്കാം. സോ പൈത്തൺ ഐഡിയയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല ഓൺലൈൻ കമ്പൈലർ ആണെങ്കിലും മതി. ഇത് പൈത്തൺ ഷെല്ല് അറിയായിരിക്കും. പൈത്തൺ ഷെല്ലും ഉണ്ട്, പൈത്തൺ സ്ക്രിപ്റ്റും ഉണ്ട്. നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്ത് വെക്കുന്നതൊക്കെ പൈത്തൺ സ്ക്രിപ്റ്റിലാണ്, അറിയാമല്ലോ. പൈത്തൺ ഷെല്ല് ടെർമിനൽ പോലെ കമാൻഡ് ലൈനാണ്. 1 ലൈൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അപ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഫോർ ലൂപ്പിൻ്റെയും വൈൽ ലൂപ്പിൻ്റെയും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സോ ഫോർ ലൂപ്പ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഒരു ഐട്രബിൾ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ്. ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഡേറ്റ ഒബ്ജക്റ്റിന് അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നത്. അതേസമയം വൈൽ ലൂപ്പ് റൺ ചെയ്യുന്നത് മേ ബി ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ, അതൊക്കെയാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സ്റ്റിൽ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്യാൻ വേണ്ടി. ലൂപ്പ് എന്ന് പറഞ്ഞാൽ മീനിങ് അറിയാമല്ലോ, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോർ ലൂപ്പ് എടുത്ത് പഠിക്കാം. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നമുക്ക് കുറേ രീതിയിൽ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എഴുതാം. ഇപ്പോൾ തന്നിരിക്കുന്ന നോട്ട്സിൽ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളൊരു സിൻടാക്സാണ് തന്നിരിക്കുന്നത്. ബേസിക്കലി രണ്ട് രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സോ ഫോർ വേരിയബിൾ നെയിം in iterable maybe set of statements. സിൻടാക്സ് ആണ്. ഓക്കെ, റെഡിൽ ഞാൻ ഹാഷ് ഇട്ടിരിക്കുന്ന കമൻസ് ആണ്, മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതാണ് അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. ഫോർ വേരിയബിൾ നെയിം ഇൻ ഐട്രബിൾ എന്ത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ താഴെ ഈ ഒരു കോളന് ശേഷം ഇൻറ്റൻറ്റ് ഉപയോഗിച്ച് എഴുതി കൊടുക്കുക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് 2 കൊടുക്കും. ഓക്കെ, സോ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാം. സിൻടാക്സ് ആണിത്. ഞാനിതൊന്ന് കമൻറ്റ് ചെയ്തിടുക. ഈ ഒരു ഫോർമാറ്റിൽ ഇത് വർക്ക് ചെയ്യില്ല, സിൻടാക്സ് ആയതുകൊണ്ട് മാത്രം ഞാൻ കമൻറ്റ് ചെയ്തിടുകയാണ്. ഇനി എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ ഞാൻ വേരിയബിളിൽ നെയിം ഐ എന്ന് കൊടുത്തു. ഇൻ ഐട്രബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഐട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ ഒബ്ജക്റ്റിനെയാണ് ഐട്രബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് 1, 2, 3, 4 കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഐട്രബിളാണ്. കുറേ വാല്യൂസ് ഉള്ള ലിസ്റ്റ് 1 എന്ന് പേര് കൊടുത്തു. ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഒബ്ജക്റ്റിൻ്റെ പേരും ലിസ്റ്റ് 1 ഒരു വേരിയബിൾ നെയിമാണ്. അതാണ് ലിസ്റ്റ് പർപ്പിൾ കളറിലും ലിസ്റ്റ് 1 ബ്ലാക്ക് കളറിലും ആയത്. ഓക്കെ, സോ ഈ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ഒരു ഐട്രബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമുക്ക് ഐട്രേറ്റ് ചെയ്യാം. ഐട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഡേറ്റ വാല്യൂസിൽ കൂടെ 1, 2, 3, 4 അങ്ങനെ എണ്ണിപ്പെറുക്കി എനിക്ക് പോകാൻ പറ്റും ഉള്ളിൽ കൂടെ. ആ സമയത്ത് ABC = 10 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണെങ്കിൽ അതൊരു സിംഗിൾ വേരിയബിൾ ആണ്, ഐട്രബിൾ അല്ലാതെ സിംഗിൾ ന്യൂമറിക് വാല്യൂ ഉള്ളൂ അതിന്. സോ ഐട്രബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ഒരു ലിസ്റ്റോ ടപ്പിളാകാം, അതേപോലെ നമുക്ക് ഐട്രേറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ വാല്യൂസ് ഉള്ള എന്തും ഒരു ഐട്രബിൾ വേരിയബിൾ ആണ്. മേ ബി സ്ട്രിങ് 1 ഒരു നെയിം ഞാൻ കൊടുക്കുകയാണ്, ഒരു സ്ട്രിങ് ഡേറ്റ ടൈപ്പ് ഒരു നെയിം കൊടുക്കുകയാണ് ABCDE, അതും ഒരു ഐട്രബിൾ വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഐട്രബിൾ വേരിയബിൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഇപ്പോൾ ലിസ്റ്റ് 1 കിടക്കട്ടെ. ഫോർ ഐ ഇൻ ലിസ്റ്റ് 1 ഞാൻ പറയാണ് പ്രിൻറ്റ് ഐ. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോർ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഓരോ ടൈമും ഞാൻ പറഞ്ഞു ഇതിൽ കൂടെ ഐട്രേറ്റ് ചെയ്യുക. 1, 2, 3, 4. ഈ ലൂപ്പ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈം ഈ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ ഐൻ്റെ വാല്യൂ 1 ആയിരിക്കും. പ്രിൻ്റ് ആയി കൊടുക്കുമ്പോൾ 1 പ്രിൻ്റ് ആവും. സെക്കൻഡ് ടൈം ഈ ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 2 ആകും. സിമിലർലി 3 ആകും, 4 ആകും. അൺടിൽ ഈ ലിസ്റ്റ് തീരുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യുകയും അതിൻ്റെ വാല്യൂസ് പ്രിൻ്റ് ആവുകയും ചെയ്യും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സിൻടാക്സ് എക്സിക്യൂട്ട് ചെയ്യില്ല, ഞാൻ കമൻറ്റ് ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ.
ഫയൽ സേവ് ചെയ്തു. ഓക്കെ, System32 ഫയൽ സേവ് ചെയ്യാൻ പാടില്ല. System32 നമ്മുടെ സിസ്റ്റം ഫയൽസ് ഉള്ള ഫോൾഡർ ലൊക്കേഷനാണ്. ഓക്കെ, കണ്ടോ, ഞാൻ ഡിഫറെൻറ്റ് ലൈൻസിൽ പ്രിൻറ്റ് ചെയ്തു. ഇതിപ്പോൾ പല പല ലൈനിലല്ലേ വന്നത്. എനിക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു ലൈൻ വരണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോമ ഇട്ടു, എൻഡ് ഈക്വൽ ടു എന്ത് വെച്ചിട്ടാണ് ഓരോ തവണ ലൂപ്പ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എൻഡ് ചെയ്യേണ്ടത് എനിക്കിവിടെ തീരുമാനിക്കാം. എൻഡ് ഈക്വൽ ടു സ്പേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മേ ബി ഒരു ലൈനിൽ വരാം. ഓക്കെ, ഇനി എനിക്ക് ഹൈഫൻ ഇട്ടിട്ടാണെങ്കിൽ എൻഡ് ഒരു ഹൈഫൻ ഇട്ട് കൊടുത്താൽ മതി. എൻഡിൻ്റെ ആ ഒരു പാരാമീറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കണ്ടോ? സോ അങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല ചോദിച്ചാൽ മതി.